നമ്മുടെ പാലക്കാട് പണ്ട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു എന്നും കന്യാകുമാരി കൊടുത്ത പാലക്കാടിനെ കേരളം വാങ്ങിയതാണ് എന്നുമൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. സത്യത്തിൽ മറ്റു ജില്ലക്കാർ പറയുന്ന പോലെ പാലക്കാട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. ആ ചരിത്രമാണ് ഇനി നിങ്ങളുടെ കാതോരം. പണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശിലായുഗം കാലം മുതലേ നമ്മൾ ഇന്ന് കാണുന്ന പാലക്കാട് മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്നത്തെ തമിഴ്നാടിൽ നിന്നുള്ള ചേരമാൻ പെരുമാൾ രാജവംശം കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങൾക്കൊപ്പം പാലക്കാട് നിയന്ത്രിച്ചിരുന്നു. പിന്നീട് അവയെ പലതായി ഭാഗിച്ച് പല നാട്ടുരാജാക്കന്മാർക്കും നോക്കാൻ അവർ നൽകിയിരുന്നു. മദ്രാസിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ലോഗൻ എന്ന സ്കോട്ടിഷുകാരൻ എഴുതിയ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ പറയുന്നത് പാലക്കാട് എന്ന പ്രദേശം പിന്നീട് കാഞ്ചി പല്ലവ രാജാക്കന്മാർ മറ്റ് മലബാർ ദേശങ്ങൾക്കൊപ്പം പിടിച്ചെടുത്തു എന്നാണ്. നമ്മുടെ ചിറ്റൂരും പരിസരവും അന്ന് കൊച്ചി രാജവംശത്തിന്റെ കീഴിലായിരുന്നു. AD 988 കൊങ്ങുനാട്ടിൽ, അതായത് ഇന്നത്തെ കോയമ്പത്തൂരിൽ നിന്ന് പടയുമായി ആക്രമണത്തിന് വന്ന ചോളവംശത്തിലെ രാജാതിരാജ കൊങ്ങു രാജാവിനെയും സൈന്യത്തെയും ചിറ്റൂരിൽ വെച്ച് കൊച്ചി രാജാക്കന്മാർ സാമൂതിരിമാരുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ തുരത്തി ഓടിച്ചിരുന്നു. ഇതിന്റെ വിജയസ്മരണയ്ക്കായി ഇന്നും കൊങ്ങൻപട ആഘോഷിക്കുന്നുണ്ട് അവിടെ. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം പാലക്കാട് പ്രദേശം ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാരുടെ കീഴിലായി. പാലക്കാട് രാജാക്കന്മാർ പൊന്നാനിയിലെ അധവനാട് അംശം എന്ന സ്ഥലത്ത് നിന്ന് കുടിയേറി വന്നവരാണ്. ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാരുമായി സ്വന്തം ഭൂമി കച്ചവടം ചെയ്ത് പകരം അവർ വാങ്ങിയതാണ് പാലക്കാട്. പശ്ചിമ ചുരത്തിന്റെ ഭാഗമായ പാലക്കാടിന്റെ ഭൗമപരമായ പ്രത്യേകത വാണിജ്യ യാത്രകൾക്ക് അനുയോജ്യമാണ് എന്ന് അവർക്കറിയാമായിരുന്നിരിക്കണം. ക്ഷത്രിയരായ അവർ മറ്റ് ബ്രാഹ്മണ കുലത്തിൽ നിന്നും വിവാഹം ചെയ്യുന്നതിലൂടെ പാലക്കാട് പുതിയ തായ്വഴികൾ രൂപം കൊണ്ടു. വെള്ളപ്പനാട് രാജാവ് എന്നായിരുന്നു പാലക്കാട് രാജാവിന്റെ സ്ഥാനപ്പേര്. അവരുടെ തറവാട് ഇപ്പോഴത്തെ വിക്ടോറിയ കോളേജിന്റെ പരിസരത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. ഹൈദരാലിയുടെ വരവോടെ ശേഖരി വർമ്മ എന്ന അന്നത്തെ രാജാവ് അവരുടെ വാസസ്ഥലം കല്ലേക്കുളങ്കര ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാടിന്റെ ഭരണമേഖലയുടെ തെക്കേ അറ്റം തരവൂർ എന്നറിയപ്പെട്ടിരുന്നു, ഇന്നത്തെ തരൂർ. തരവൂർ പിന്നീട് പാലക്കാട് ഇളമുറ രാജാക്കന്മാരുടെ കേന്ദ്രമായി. സാമൂതിരിമാരുമായി നല്ല ബന്ധത്തിലായിരുന്ന പാലക്കാട് രാജവംശം അവിടെ നിന്നും പല വിവാഹങ്ങളും നടത്തിയിരുന്നു. പക്ഷെ സാമൂതിരിമാരുടെ പടയോട്ടത്തെയും വെട്ടിപ്പിടിക്കലുകളെയും പാലക്കാട് രാജാക്കന്മാർ എതിർത്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് 1757 നമ്മുടെ സാമൂതിരി രാജാവിന് പാലക്കാട് പിടിച്ചടക്കാൻ ഒരു മോഹം തോന്നിയത്. ഇതറിഞ്ഞ അന്നത്തെ പാലക്കാട് രാജാവ് പാലിയത്തച്ഛൻ ആക്രമണത്തെ ചെറുക്കാനായി മൈസൂർക്ക് ആളെ വിട്ട് മൈസൂർ സുൽത്താൻ ഹൈദർ അലിയെ സഹായത്തിനായി വിളിച്ചു. മൈസൂർ പട വന്ന് സാമൂതിരിയെ പരാജയപ്പെടുത്തി. നമ്മുടെ നാട് നല്ലപോലെ പിടിച്ച ഹൈദരാലി പിന്നീട് പാലക്കാട് ഒരു കോട്ടയും പണിതു. ഹൈദരാലിക്ക് ശേഷം മകൻ ടിപ്പു സുൽത്താൻ ആ കോട്ടയും ഭരണവും ഏറ്റെടുത്തു. പിന്നെ 1792 പാലക്കാട് അടക്കമുള്ള ടിപ്പുവിന്റെ കീഴിലെ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചു തുടങ്ങി. പിടിച്ചെടുത്ത ഭാഗങ്ങളെ അവർ മദ്രാസ് പ്രസിഡൻസി എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിന് കീഴിലുള്ള മലബാർ ദേശത്തോട് ചേർത്തു. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ 4 ജില്ലകളായിരുന്നു മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുള്ള അന്നത്തെ മലബാർ ജില്ലകൾ. മലബാർ ജില്ലകൾക്ക് പുറമെ തമിഴ്നാടും കർണാടകത്തിലെയും ആന്ധ്ര, റായലസീമ, ഒറീസ എന്നിവിടങ്ങളിലെയും പല ഭാഗങ്ങളും മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം മദ്രാസ് സ്റ്റേറ്റ് എന്ന ഭരണകൂടത്തിനൊപ്പം പാലക്കാടും മറ്റു മലബാർ പ്രവിശ്യകളും തുടർന്നു പോയി. 1956 കേരളം രൂപീകരിച്ചപ്പോൾ മലബാർ ഡിസ്ട്രിക്ട്സ് കേരളത്തോട് ചേർന്നു. പാലക്കാട് ജില്ല കേരളത്തിന് കീഴിൽ രൂപീകൃതമായപ്പോൾ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമല്ലാത്ത ആലത്തൂർ, ചിറ്റൂർ എന്നീ സ്ഥലങ്ങളും പാലക്കാടിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ പാലക്കാടിന്റെ ഇതുവരെയുള്ള ഒരു ലഘുചരിത്രം. ഇനി ആരെങ്കിലും നിങ്ങളോട് കന്യാകുമാരിക്ക് പകരം നൽകി വാങ്ങിയ സ്ഥലമാണ് പാലക്കാട് എന്നോ കേരളത്തിന്റെ നഷ്ടമാണ് പാലക്കാട് എന്നോ പറഞ്ഞാൽ അവരോട് പറയുക, വല്ലപ്പോഴും കേരള ചരിത്രം ഒന്ന് വായിക്കാൻ.
നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പാലക്കാടിന്റെ ഒരു ചെറു ലഘു ചരിത്രമാണ്. ഇതുപോലുള്ള ചരിത്രങ്ങളും വസ്തുതകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.